അപ്പോഴാണ് ശ്രീലക്ഷ്മി തന്റെ സുഹൃത്ത് ഗൗതമിയെ അവിടെ വെച്ച് കണ്ടത്. ഗൗതമിയെ കണ്ടതും അതൊരു അവസരമാക്കി അവിടെ നിന്നും രക്ഷപ്പെടാൻ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പെട്ടെന്ന് ഗൗതമിയുടെ അങ്ങോട്ടേക്കുള്ള വരവ് റോഷന്റെ പ്ലാൻ എല്ലാം തകർത്തു. ഗൗതമി ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു. ശ്രീലക്ഷ്മി തന്റെ ഭർത്താവിന്റെ കൂടെ കഷ്ടപ്പെടുമ്പോൾ ഗൗതമിയുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരുന്നു. ശ്രീലക്ഷ്മി ഗൗതമിയുടെ അടുത്ത് തന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞു. എവിടെ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന തെണ്ടിയുടെ ഫോട്ടോ ഒന്ന് കാണിച്ച്. അവൻ എന്താ ഇത്രയും പ്രത്യേകത എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇങ്ങനെയുള്ളവനൊക്കെ വേണ്ടിയാണോ നിന്നെ ജീവനെ തുല്യം സ്നേഹിച്ച പാരന്റ്സിനെ നീ ഉപേക്ഷിച്ചത്? ഗൗതമി ആവശ്യപ്പെട്ട പോലെ ശ്രീലക്ഷ്മി അവളെ ഋഷിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ കണ്ടതും ഗൗതമിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഗൗതമി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ശ്രീലക്ഷ്മി, ഇവനാണോ നിന്റെ ഭർത്താവ്? നോക്ക് ശ്രീലക്ഷ്മി, നിനക്ക് ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് അല്ലേ വേണ്ടത്? ഞാൻ നിനക്ക് അതിനൊരു 100 കോടി രൂപ തരാം. ഞാൻ പറയുന്നത് നീ കേക്ക്. നീ അവനെ ഡിവോഴ്സ് ചെയ്യണം. പകരം ഞാൻ അവനെ വിവാഹം കഴിക്കാം. ഗൗതമി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അന്തം വിട്ട് അവളെ തന്നെ നോക്കിയിരുന്നു. 100 രൂപ പോലും വിലയില്ലാത്ത ഋഷിനെ പോലെ ഒരാൾക്ക് വേണ്ടി 100 കോടി രൂപയൊന്നും ആലോചിക്കുക കൂടി ചെയ്യാതെ തരാമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. ഗൗതമി വെച്ചു നീട്ടി ആ പണം കണ്ട് ഒരു നിമിഷം ശ്രീലക്ഷ്മിക്ക് അവളോട് എന്ത് പറയണമെന്നറിയാതെ നിന്നു. ശ്രീലക്ഷ്മിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഗൗതമി അവളോട് സമയമെടുത്ത് ആലോചിച്ച് മറുപടി പറയാൻ പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി. പക്ഷെ അപ്പോഴും ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ 100,000 ചോദ്യങ്ങൾ നിറഞ്ഞിരുന്നു.